ഈ രണ്ട് കമ്പനിയിലെയും നിക്ഷേപിച്ചവർ ഹിമാലയയിലെയും പോയി, എവറസ്റ്റിലെയും പോയി. എവറസ്റ്റിലെയും പൈസ പോയി. എവറസ്റ്റിലെ പൈസയും എവിടെ പോയെന്ന് ആർക്കും ഒരു പിടുത്തവുമില്ല. എവറസ്റ്റിൽ നിക്ഷേപിച്ച പൈസ, എവറസ്റ്റിൻ്റെ തുക, ഫണ്ട്, അതെവിടെ പോയെന്ന് ആർക്കും അറിയില്ല. അതെവിടെ പോയെന്നുള്ള വലിയ സംശയമാണ്. മറ്റേത് പ്രതികളകത്തായപ്പോൾ പ്രതികളുടെ ബന്ധുക്കൾ അല്ലെങ്കിൽ മറ്റുള്ളവർ മാറ്റിയെന്ന് പറയാം. പക്ഷേ എവറസ്റ്റിലെ പൈസ എവിടെ പോയി എന്നുള്ളത് ഇപ്പോഴും സംശയകരമായി നിലനിൽക്കുകയാണ്. ഏതാണ്ട് 100 കോടിയിലധികം ഹിമാലയയിൽ നിക്ഷേപിച്ച, അതുപോലെ തന്നെ ഏതാണ്ട് 40 കോടിയിലധികം എവറസ്റ്റിൽ നിക്ഷേപിച്ച മത്സ്യത്തൊഴിലാളികളും അതുപോലെ തന്നെ സാധാരണക്കാരും വഴിയാധാരമായി. ഈ ഹിമാലയക്ക് ഒരുപാട് ബസ് ഉണ്ടായിരുന്നു, ഒരുപാട് ഗ്യാരേജുകളുണ്ടായിരുന്നു, വർക്ക്ഷോപ്പുകളും ഉണ്ടായിരുന്നു. അവിടെ ഒന്നും കയറ്റാതെ ഈ മുഹമ്മയിൽ വേറൊരാളുടെ വർക്ക്ഷോപ്പിൽ കൊണ്ടുപോയി പൊളിക്കാൻ കൊടുത്തു. അയാളെ ഒരുപാട് കാലം ചോദ്യം ചെയ്തു. കാര്യം അയാളെ പ്രതി ചേർക്കേണ്ട അവസ്ഥയുണ്ടോ എന്ന് പരിശോധിക്കാൻ പോലീസ് ഒരുപാട് തവണ അയാളെ ചോദ്യം ചെയ്തു. ഒരു കണക്ഷൻ കിട്ടരുതെന്നുള്ളത് വളരെ ആസൂത്രണത്തോടെ അവരുടെ ഗ്യാരേജിലേക്ക് കൊണ്ടുവരാൻ പാടില്ല, പകരം ഇന്നടത്ത് കൊണ്ടുപോയി പൊളിച്ച് ഇത് മറിക്കുക എന്നുള്ളതായിരുന്നു ഇവരുടെ ലക്ഷ്യം. പക്ഷേ എല്ലാം കണ്ടുകൊണ്ടിരിക്കുന്ന മൂന്നാമത്തെ ശക്തി വാഹനത്തിൻ്റെ ടാറ്റ സഫാരിയും കൂടിയായിരുന്നു. നല്ല സ്ട്രോങ് ആയിട്ടുള്ള ബോഡിയാണ് പറ്റി. ഇടിയിൽ എന്താ പറയുക, അകത്തിരിക്കുന്നവരൊക്കെ മരണപ്പെട്ടെങ്കിലും വണ്ടിയുടെ ആക്സിൽ ഓടിക്കാൻ ആ വണ്ടിയെ കൊണ്ട് പറ്റി. ലോറിയുടെ ആക്സിൽ ഓടിക്കാൻ പറ്റി. ഇതാണ് കഥ.